നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സുന്ദരിയായ നിന്റെ ദർശനെ അവിടെ ഇരുത്തടാ. അങ്ങനെയാ എന്റെ മനസ്സിൽ വന്ന് ആരോ പറഞ്ഞത്. ഞാനൊന്ന് ആലോചിച്ചു നോക്കിയപ്പോ ശരിയാ, അവിടത്തെ ബിസിനസ് ഒക്കെ എന്താണെന്ന് പോലും എനിക്കറിഞ്ഞൂടാ. ആരെങ്കിലും ഒക്കെ എന്നെ പറ്റിക്കാൻ സാധ്യതയുണ്ട്. ദർശനാവുമ്പോ ആരുടെയും ഒരടവോ അഭ്യാസമോ ഒന്നും നടക്കൂല. എല്ലാം കറക്റ്റായി നോക്കിയും കണ്ടും ചെയ്തോളൂ, അല്ലേ ദർശനെ? ആ, ഇനി അമ്മ പറ, ഞാൻ ചെയ്തത് ശരിയാണോ തെറ്റാണോ? മോൻ ചെയ്തത് തന്നെയാ ശരി. എന്റെ മനസ്സിലുണ്ടായിരുന്നത് തന്നെയാ മോൻ ചെയ്തത്. മോള് തന്നെയാ അവിടെ ഇരിക്കേണ്ടത്. നമ്മുടെ കമ്പനിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ മോൾക്ക് കഴിയും. എന്റെ മോന്റെ ജീവിതത്തിലെ കുറവുകളൊക്കെ പരിഹരിച്ച് അവന്റെ ജീവിതത്തിന് വെളിച്ചം നൽകാൻ വന്നവളാ എന്റെ മോള്. മോളേക്കാൾ ഇതിന് യോഗ്യതയുള്ള ഒരാളും ഇവിടെ ഇല്ല. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ദർശനെ, അമ്മയ്ക്കിത് കേൾക്കുമ്പോ സന്തോഷാവൂന്ന്. ഈ രൂപേഷ് ഏട്ടൻ അവിടെ എത്തുന്നത് വരെ എന്നോട് ഒരു വാക്ക് പോലും പറഞ്ഞില്ല. പവിസാറും യതിസാറും എല്ലാവരും ഉണ്ടായിരുന്നു അവിടെ. അവരുടെയൊക്കെ മുന്നിൽ വെച്ച രൂപേഷ് ഏട്ടൻ ആ കസേരയിൽ എന്നെ പിടിച്ചിരുത്തിയത്. അതുകൊണ്ടിപ്പോ എന്താ പറ്റിയത്? രൂപേഷ് മോന്റെ കൂടെ ഇരുന്ന് മോൾക്ക് കമ്പനി നല്ലതുപോലെ നോക്കി നടത്താൻ പറ്റും. മറ്റുള്ളവരുടെ പല കള്ളത്തരങ്ങളും ഇതോടെ പൊളിയുകയും ചെയ്യും. അമ്മേ, രൂപേഷ് ഏട്ടൻ എന്നെ അവിടെ പിടിച്ചിരുത്തിയതിലും എന്നെ അംഗീകരിച്ചതിലും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷേ നാളെ മുതല് എനിക്ക് അവിടെ ഇരിക്കാൻ താല്പര്യമില്ല.